പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇപ്പോൾ കഴിഞ്ഞ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന സ്പെഷ്യൽ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന ഷോ ആരംഭിക്കുന്നത് ഒരു ടാഗ് ടീം മത്സരത്തോട് കൂടിയിട്ടാണ്. സെത്ത് റോളിൻസ്, ബ്രോൺ ബ്രേക്കർ തുടങ്ങിയവരുടെ ടീം ആദ്യം റിങ്ങിലേക്ക് വരുന്നു. അതിന് പിറകെ സാമി സെയിനും CM പങ്കും റിങ്ങിലേക്ക് വരുന്നു. CM പങ്കും കൂടി റിങ്ങിലേക്ക് വന്ന ഉടനെ തന്നെ ആ ഒരു ഫൈറ്റ് ആരംഭിക്കുന്നുണ്ട്. അങ്ങനെ പതിവ് പോലത്തെ ഒരു ടാഗ് ടീം മത്സരം പോലെ ഈ മത്സരം ആരംഭിക്കുന്നു. കൊമേഴ്ഷ്യൽ ബ്രേക്കിലേക്കൊക്കെ മത്സരം പോകുന്നുണ്ട്. അങ്ങനെ മത്സരത്തിൽ ഒരു സെത്തിൻ്റെ ടീമിന് ആധിപത്യം നേടുന്ന കുറേയധികം മൊമെൻറ്റ്സ് നമുക്ക് കാണാൻ സാധിച്ചു. പങ്ക് തിരിച്ചടിക്കുന്ന കുറച്ച് മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. പങ്കിൻ്റെ മെയിൻ മൂവ്സും അതുപോലെ തന്നെ ക്വാർട്ടർ എന്ന് പറയുന്ന പുതിയൊരു മൂവും പങ്ക് ട്രൈ ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ മത്സരത്തിൻ്റെ ഒരു അവസാന ഘട്ടങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ബ്രോൺ ബ്രേക്കർ സാമീസിൻ്റെ കാല് പിടിക്കാൻ നോക്കുന്നുണ്ട്. ആ ബ്രോൺ ബ്രേക്കറിനെ തിരിച്ചടിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ പോൾ ഹേമൻ വന്നിട്ട് സാമീസിൻ്റെ കാല് പിടിക്കുന്നു. റഫറിയുടെ ശ്രദ്ധ പോൾ ഹേമൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് കാണികളുടെ ഇടയിൽ നിന്ന് ബ്രോൺസൺ റീഡ് വരുന്നതും ബ്രോൺസൺ റീഡ് ആ ബാരിക്കേഡിൻ്റെ അടുത്ത് നിന്ന് CM പങ്കിനെ നേരെ പോയിട്ട് അടിക്കുന്നതും അങ്ങനെ ആ ഒരു ബാരിക്കേഡ് പൊട്ടി വീഴുന്നതായിട്ട് കാണിച്ചു. പിന്നീട് ആ ഒരു ശ്രദ്ധ സാമീസിൻ്റെ ബ്രോൺസൺ റീഡിൻ്റെ അടുത്തേക്ക് പോയത് കൊണ്ട് തന്നെ ബ്രോൺ ബ്രേക്കറെ സ്പിയർ ചെയ്യുകയും സാമീസിനെ പരാജയപ്പെടുത്തുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ ടാഗ് ടീം മത്സരത്തിൽ സെത്ത്, ബ്രോൺ ബ്രേക്കർ തുടങ്ങിയവരുടെ ടീം വിജയിക്കുന്നു. അതിനുശേഷം ബ്രോൺസൺ റീഡ് റിങ്ങിലേക്ക് കയറുന്ന സമയത്ത് ബ്രോൺ ബ്രേക്കർ ബ്രോൺസൺ റീഡുമായിട്ട് ഫേസ് ടു ഫേസ് വന്ന് നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് സെത്ത് ഇടയിലേക്ക് കയറി ബ്രോൺസൺ റീഡിനെ കെട്ടിപ്പിടിക്കുന്നതും കാണാൻ സാധിച്ചു. ബ്രോൺസൺ റീഡ് ഇഞ്ചുറി പറ്റി മാറി നിൽക്കുന്നതിന് മുൻപ് സെത്തുമായിട്ടുള്ള സ്റ്റോറിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സെത്തിൻ്റെ ഈ ഒരു ടീമിലേക്ക് മൂന്നാമത്തെ മെമ്പറായിട്ട് ബ്രോൺസൺ റീഡ് വരും എന്നുള്ളത് നമുക്ക് ആലോചിക്കാൻ കൂടി വയ്യാത്ത ഒരു സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് ആയിരുന്നു. അതാണ് നമുക്ക് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റിലെ ആദ്യ സർപ്രൈസായി തുടക്കത്തിലേക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ സെത്ത് ഈ രണ്ടുപേരുടെയും ബ്രോൺസൺ റീഡിൻ്റെയും ബ്രോൺ ബ്രേക്കറിൻ്റെയും കൈ ഉയർത്തിപ്പിടിക്കുന്ന ആ ഒരു മൊമെൻറ്റ് കാണിച്ചുകൊണ്ട് ആ ഒരു സെഗ്മെൻറ്റ് അവസാനിക്കുന്നതാണ് കാണാൻ സാധിച്ചത്. സെത്തിൻ്റെ ഫാക്ഷൻ ഒന്നുകൂടി സ്ട്രോങ് ആകുന്നുണ്ട്. ഈ മത്സരത്തെ സംബന്ധിച്ചും ബ്രോൺസൺ റീഡ് സെത്തിൻ്റെ ഫാക്ഷനിൽ ജോയിൻ ചെയ്തതിനെ സംബന്ധിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. രണ്ടാമതായി നടന്ന മത്സരം നിലവിലെ വുമൻസിൻ്റെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ സെലീന വെഗ ചെൽസി ഗ്രീനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റിലെ ഏറ്റവും മോശപ്പെട്ട മത്സരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തതും ഈ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. ഇതിനു മുൻപ് ഈ റെസ്ലേഴ്സ് തമ്മിൽ ഏറ്റുമുട്ടിയ ആ മത്സരത്തിൻ്റെ ഒരു പെർഫോമൻസ് ക്വാളിറ്റി ഇരു ഭാഗത്തു നിന്ന് നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ സാധിച്ചില്ല. മത്സരത്തിൻ്റെ അവസാനം ഒരു 619 മൂവ് കൃത്യമായി ചെയ്യാൻ സാധിക്കാത്തതും തുടർന്ന് ചെയ്തപ്പോൾ അത് ചെൽസി ഗ്രീൻ്റെ മൂക്ക് പൊട്ടി ചോര വരുന്ന സിറ്റുവേഷനിലേക്ക് നയിച്ചതും ആ അവസരത്തിൽ സെലീന വെഗ ക്വാഡ്രഡ് എന്ന് പറയുന്ന മൂവ് ടോപ്പ് റോപ്പിൻ്റെ മുകളിൽ നിന്ന് ചെയ്ത് ചെൽസി ഗ്രീനെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തി ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതുമൊക്കെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ മത്സരം എന്തുകൊണ്ട് അവസാന നിമിഷം ഈ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് ആഡ് ചെയ്തു എന്നുള്ളതിന് ഏക ഉത്തരം 5 മിനിറ്റ് എങ്കിൽ 5 മിനിറ്റ് അത് ഈ ഒരു ഷോയിൽ തള്ളി നീക്കാൻ വേണ്ടി മാത്രം ആഡ് ചെയ്ത ഒരു ഫില്ലർ മാച്ച് ആണ് എന്നുള്ളതിന് വേണ്ടി മാത്രമാണ്. ഈ മത്സരത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മൂന്നാമതായി നമുക്ക് കാണാൻ സാധിച്ചത് നമ്മൾ എല്ലാവരും ആവേശത്തോടു കൂടി കാത്തിരുന്ന അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ ജോൺസണെയും ആർത്രൂത്തും തമ്മിലുള്ള ആ ഒരു മത്സരമായിരുന്നു. ആദ്യം ജോൺസന വരുന്നു. ആർത്രൂത്ത് ജോൺസണയുടെ മ്യൂസിക് ഇട്ട് ജോൺസണയുടെ ഒരു കോസ്പ്ലേ, ഒരു ഡ്യൂപ്ലിക്കേറ്റ് പോലെ ആർത്രൂത്ത് വരുന്നു. മത്സരം ആരംഭിക്കുന്നതിന് മുൻപ്, അതായത് റിംഗ് ബെൽ ചെയ്യുന്നതിന് മുൻപ് തന്നെ ജോൺസനെ ആർത്രൂത്തിനെ ആക്രമിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ റിംഗ് ബെൽ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ മത്സരത്തിൽ തുടക്കത്തിലെ ജോൺസനെ വിജയിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ആർത്രൂത്ത് ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന മൂവ് കൗണ്ടർ ചെയ്യുന്നത് ഒഴിച്ച് ബാക്കി എല്ലാ മൂവ്സിനും നിന്ന് കൊടുക്കുന്നുണ്ട്. പിന്നീട് ആർത്രൂത്ത് ജോൺസനെതിരെ ജോൺസണയുടെ മൂവ്സൊക്കെ ചെയ്ത് 5 നക്കിൾ ഷഫിൾസൊക്കെ ചെയ്ത് ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഫിനിഷർ വരെ ഇടുന്നതായി കാണാൻ സാധിച്ചു. അതിനുശേഷം STFU എന്ന് പറയുന്ന സബ്മിഷൻ വരെ ജോൺസണെതിരെ ആർത്രൂത്ത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ജോൺസനെ റോപ്പിൽ പിടിച്ച് അത് ബ്രേക്ക് ചെയ്യുന്നതും നമുക്ക് കാണാൻ സാധിച്ചു. പിന്നീട് ജോൺസനെ പുറത്തേക്ക് ഇറങ്ങി ബെൽറ്റ് എടുത്ത് ആർത്രൂത്തിനെ അടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്ന് ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു ഞെട്ടലിൽ ജോൺസന നിൽക്കുന്നു. റഫറിയുടെ കയ്യിലേക്ക് ആ ഒരു ടൈറ്റിൽ കൊടുക്കുന്നു. അപ്പോൾ ആർത്രൂത്ത് സീന തിരിച്ചു വന്നേ എന്നുള്ളൊരു സന്തോഷത്തിൽ സീനക്ക് കൈ കൊടുക്കാൻ പോകുന്ന സമയത്ത് ജോൺസന ലോ ബ്ലോ കൊടുത്തുകൊണ്ട് ആർത്രൂത്തിനെ ആക്രമിക്കുന്നു. എന്നിട്ട് ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് പിൻഫോളിലൂടെ ആർത്രൂത്തിനെ പരാജയപ്പെടുത്തുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. വിജയിച്ച ഉടനെ തന്നെ അദ്ദേഹം ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്ന ഒരു മൊമെൻറ്റും കാണിച്ച് ആ ഒരു ഭാഗവും അവസാനിപ്പിച്ചു. നാലാമതായി നടന്നിട്ടുണ്ടായിരുന്നത് സ്റ്റീൽ കേജ് മത്സരമായിരുന്നു. ഡ്രൂ മാക്കൻറ്റയർ വേഴ്സസ് ഡാമിയൻ പ്രീസ്റ്റ് തമ്മിലുള്ള ഒരു സ്റ്റീൽ കേജ് മത്സരം. ഇന്നത്തെ ഷോയിലെ ഏറ്റവും മികച്ച മത്സരവും ഈ ഒരു സ്റ്റീൽ കേജ് മത്സരമാണ് എന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കും. ഈ സ്റ്റീൽ കേജ് മത്സരത്തിൽ 2 പേർക്കും തുല്യമായിട്ടുള്ള ഒരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ സൗത്ത് ഓഫ് ഹെവൻ എന്ന് പറയുന്ന ഡാമിയൻ പ്രീസ്റ്റിൻ്റെ ആ ഒരു ചോക്ക് സ്ലാം പോലത്തെ ഒരു ഫിനിഷറുണ്ട്. അത് ഡ്രൂ മാക്കൻറ്റയർ ഡാമിയൻ പ്രീസ്റ്റിന് എതിരെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. മത്സരത്തിൽ ഡാമിയൻ പ്രീസ്റ്റാണ് വിജയിച്ചത്. ആ സ്റ്റീൽ കേജിൻ്റെ ഡോർ തുറന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു മൊമെൻറ്റിലൂടെയാണ് എസ്കേപ്പ്
കേജിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുന്ന ഒരു മൊമെൻറ്റ് കാണിച്ചിട്ടാണ് ഡെമിൻ പ്രീസ്റ്റ് ഈ മത്സരത്തിൽ വിജയിക്കുന്നത്. അതിനു മുൻപ് സ്റ്റീൽ ചെയർ ഉപയോഗിച്ചുകൊണ്ട് ഡ്രൂ മാക്കൻടയറിൻ്റെ തലയ്ക്ക് ഒരു അടി കൊടുത്തിട്ടാണ് അവിടെ നിന്ന് ഡെമിൻ പ്രീസ്റ്റ് ഇറങ്ങിപ്പോകുന്നത്. ഈ മത്സരം കഴിഞ്ഞതിന് ശേഷം ഡോക്ടേഴ്സും മെഡിക്കൽ സ്റ്റാഫും ഒക്കെ വന്നിട്ട് ഡ്രൂ മാക്കൻടയറിനെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഡ്രൂ മാക്കൻടയറിന് കൊണ്ടുപോകാൻ വേണ്ടി സ്ട്രക്ചർ അവർ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ അതിലൊന്നും കയറാതെ ഡ്രൂ മാക്കൻടയർ നടന്നു പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഡ്രൂ മാക്കൻടയറിൻ്റെ ഭാവി എന്ത് എന്നുള്ളത് വലിയൊരു ചോദ്യം ബാക്കി നിർത്തിയിട്ടുണ്ട്. ഡെമിൻ പ്രീസ്റ്റിനെതിരെയുള്ള സ്റ്റോറി ഇനിയും കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യം ബാക്കി നിർത്തിയിട്ടുണ്ട്. എന്തായാലും ഈ മാച്ച് കിടിലമായിരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഷോയുടെ മെയിൻ ഇവൻറ്റിൽ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ജെ ഊസോ സെലിബ്രിറ്റി യൂട്യൂബറായ പാർട്ട് ടൈം റെസ്ലറായ ലോഗൻ പോളിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ടൈറ്റിൽ മത്സരം നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരത്തെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അതിഗംഭീരമായിട്ടുള്ള പ്രകടനം ലോഗൻ പോളിൻ്റെ ഭാഗത്തു നിന്നും ജെ ഊസോയുടെ ഭാഗത്തു നിന്നും നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ ജെ ഊസോ ഒരു സ്പ്ലാഷ് ചെയ്ത് വിജയിക്കാൻ പോകുന്ന ഒരു സമയത്ത് റഫറിയുടെ കാല് പെട്ടെന്ന് ആരോ പിടിച്ച് വലിച്ച് പുറത്തേക്ക് ഇടുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയുണ്ടായി. അത് ജോൺസനെ ആയിരുന്നു. അതിനൊരു കാരണമുണ്ട്. കാരണം ഈ ഒരു മത്സരം വരുന്നതിന് മുൻപ് ജെ ഊസോയും ജോൺസനെയും ബാക്ക് സ്റ്റേജിൽ കണ്ടുമുട്ടുന്ന ഒരു സെഗ്മെൻറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജോൺസനെ പറയുന്നുണ്ട്, പാർട്ട് ടൈം റെസ്ലറായ ലോഗൻ പോൾ നിൻ്റെ കയ്യിൽ നിന്ന് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് എടുത്താൽ അത് റെസ്ലിങ്ങിനെ നശിപ്പിക്കുന്ന വലിയൊരു മൊമെൻറ്റിലേക്ക് കൊണ്ടുപോകില്ലേ എന്നുള്ളത്. അപ്പോൾ ഞാൻ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. ഞാൻ ഈ ഒരു മത്സരം അടുത്ത് തന്നെ വീക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ജോൺസനെ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ജോൺസണയുടെ ഇടപെടലിൻ്റെ സാധ്യത ഉണ്ട് എന്നുള്ളത് സീന മുൻപ് ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ ഇതേ ഒരു ഷോയിൽ ജെ ഊസോയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് പ്രകാരമാണ് ജോൺസണയുടെ ഇടപെടൽ നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. റിങ്ങിലേക്ക് കയറി ജെ ഊസോയെ ജോൺസനെ ആക്രമിക്കുന്നതായി കാണാൻ സാധിച്ചു. ആ ഒരു സമയത്ത് തന്നെ കോഡി റോഡ്സിൻ്റെ ഒരു തിരിച്ചുവരവാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. റസൽമേനിയ 41 ജോൺസണെക്കെതിരെ കോഡി റോഡ്സ് പരാജയപ്പെട്ടതിന് ശേഷമുള്ള കോഡി റോഡ്സിൻ്റെ തിരിച്ചുവരവ്, ആദ്യ അപ്പിയറൻസ്, അതായിരുന്നു മെയിൻ ഇവൻറ്റിലെ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റ് ഷോയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ തിരികെ വന്ന കോഡി റോഡ്സ് ജോൺസനെ ക്രോസ് റോഡ്സ് കൊടുത്തുകൊണ്ട് ആക്രമിക്കുന്നു. അതിനുശേഷം ലോഗൻ പോളിനെയും ആക്രമിക്കുന്നുണ്ട്. എന്നിട്ട് റെഫറിയെ എടുത്ത് റിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഇടുന്നു. ജെ ഊസോ ഒരിക്കൽ കൂടി ഊസോ സ്പ്ലാഷ് എന്ന് പറയുന്ന ഫിനിഷർ അടിക്കുന്നു. എന്നിട്ട് മത്സരത്തിൽ വിജയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ വിജയിച്ച കോഡി റോഡ്സ്, ജെ ഊസോ അവരുടെ ഒരു സഖ്യം, ഈ സഖ്യം ജോൺസണെയും ലോഗൻ പോളിനെയും MITBയിലെ ഒരു മത്സരത്തിന് വേണ്ടി, അതായത് ഒരു ടാഗ് ടീം മത്സരത്തിന് വേണ്ടി ചലഞ്ച് ചെയ്യുന്ന ഒരു മൊമെൻറ്റും കാണിച്ച് ഷോ അവസാനിക്കുന്നതാണ് കാണാൻ സാധിച്ചത്. അപ്പോൾ കോഡി റോഡ്സും ജെ ഊസോയും ടീം ആയിക്കൊണ്ട് ജോൺസിന, ലോഗൻ പോൾ തുടങ്ങിയവർക്കെതിരെ ഒരു ടാഗ് ടീം മത്സരം MITB മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ കളിക്കുമെന്നുള്ളതും ഒഫീഷ്യലി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റ് കുഴപ്പമില്ലാത്തൊരു ഷോ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻറ്റിനേക്കാൾ ബെറ്റർ ആയിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.